السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റെന്റെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, മസാഫിന്റെ ഈ പ്രൗഢമായ വേദി ഞാൻ നിങ്ങളോടായി സംവദിക്കുന്നത് സഹജീവി സ്നേഹത്തിന്റെ ഇസ്ലാമിക മാതൃക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഞാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇസ്ലാം മനുഷ്യനെന്ന പോലെ മറ്റു ജീവജാലങ്ങൾക്കും വില കൽപ്പിച്ചിട്ടുണ്ട്. അനാവശ്യമായി ഒരു ജീവിയെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. വേട്ടയാടൽ പോലുള്ള കാര്യങ്ങളിൽ മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഉപദ്രവകാരികളായ ജീവികളെ കൊല്ലുമ്പോൾ പോലും അവകൾക്ക് വേദന കുറഞ്ഞ മരണം നൽകണമെന്നാണ് ഇസ്ലാമിന്റെ ഉത്ബോധനം. അതുകൊണ്ടാണ് കരിച്ചുകളയാൻ ഇസ്ലാം നിരോധിച്ചത്. മറ്റു ജീവികളുടെ ആവശ്യമായ വെള്ളം, ഭക്ഷണം, താമസം എന്നിവ തടയുന്നതിന് ഇസ്ലാം വെറുക്കുന്നു. ഒരു വ്യക്തി വുളൂഇന് വെള്ളം കൊണ്ടുവരികയും അവിടെ ദാഹിക്കുന്നതായ ഒരു മൃഗമുണ്ടെങ്കിൽ ആ മൃഗത്തിന് ആ വെള്ളം കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു നായക്ക് കിണറ്റിൽ നിന്നും തന്റെ ഷൂ ഉപയോഗിച്ച് വെള്ളം നൽകിയപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം പ്രഖ്യാപിച്ചത് സ്വർഗമാണ്. എന്നാൽ ഒരു പൂച്ചയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് കൊന്ന സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവൾ നരകത്തിലാണ് എന്നാണ്. യുദ്ധസമയത്ത് പോലും മൃഗങ്ങളെ കൊല്ലരുതെന്ന് സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അതിരുകളില്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം. സഹജീവി സ്നേഹം വിഷയീഭവിച്ച തിരുവചനങ്ങൾ അനവധിയുണ്ട്. പകർത്താൻ ഒരുക്കമെങ്കിൽ മാതൃകകളും ഏറെയുണ്ട് ചരിത്ര പുസ്തകങ്ങൾ. വിശന്നു വലഞ്ഞെത്തിയവരെ ഊട്ടിയും പട്ടിണിക്കാരന് പശിയടക്കാൻ വക കണ്ടെത്തി കൊടുത്തും പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ മനുഷ്യ സ്നേഹത്തിന്റെ മഹിത പാഠങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നാമെന്ത് വിശ്വാസി, എന്ത് പ്രവാചക സ്നേഹി? യുദ്ധമുഖത്ത് മരണാസന്നനായി കിടക്കവേ കുടിവെള്ളം എത്തുമ്പോൾ മറ്റൊരാളിലേക്ക് കൈ ചൂണ്ടുന്ന ജാജ്വല്യമാനമായ ചരിത്ര മുഹൂർത്തത്തെക്കാൾ മറ്റെന്തു വേണം മതത്തിന് അടിക്കുറിപ്പായി? വിശാലമായ ആ മാനുഷിക നന്മകളെ ജീവവായി സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിനും ഭരണ സംവിധാനത്തിനും മുന്നേറാൻ കഴിയുകയുള്ളൂ. ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മൈലുകൾ താണ്ടിയത് മരുഭൂവിന്റെ ഉഷ്ണത്തിൽ നിന്ന് മോചനം തേടിയായിരുന്നില്ല, മറിച്ച് തൻ ഭരണാധികാരിയായിരിക്കെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ അതേക്കുറിച്ച് നാളെ വിചാരണ നാളിൽ ചോദ്യം നേരിടേണ്ടി വരുമെന്ന തിരിച്ചറിവിന്റെ കൊടും ചൂടിൽ നിന്നാണ് ഖലീഫയുടെ രാപ്രയാണങ്ങൾ ഉടലെടുക്കുന്നത്. ഇസ്ലാമിക പ്രവർത്തകർക്കും പ്രസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾ പരിമിതമല്ലെന്ന ഓർമ്മപ്പെടുത്തലാണിത്. പ്രബോധനം വാക്കിൽ മാത്രം നിർവഹിക്കേണ്ട ദൗത്യമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടി അടയാളപ്പെടുത്തേണ്ടതാണ്. ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ചേതന അചേതന വസ്തുക്കളിലേക്ക് നിർഗളിച്ചു. ദാഹിച്ചു തൊണ്ടപൊട്ടിയ നായക്ക് കുടിനീർ നൽകിയ അഭിസാലിക ദൈവകൃപയ്ക്ക് പാത്രീഭൂതയാണെന്ന് അവിടുന്ന് അറിയിച്ചു. തള്ളപക്ഷിയിൽ നിന്നും പക്ഷിക്കുഞ്ഞുങ്ങളെ വേർപ്പെടുത്തിയപ്പോൾ ആ പക്ഷി മാതാവിന്റെ വിരഹവേദനയെ കുറിച്ച് തിരുമേനി ഓർമ്മപ്പെടുത്തി. തന്റെ വസ്ത്രത്തിൽ ഉറങ്ങിയ പൂച്ചയുടെ ഉറക്കത്തിന് ഭംഗം വരുത്താതെ വസ്ത്രം മുറിച്ചു മാറ്റി അവിടുന്ന് അനുപമ ദയാ വായ്പ കാണിച്ചു. അറവ് മൃഗത്തിനോട് കരുണ കാണിക്കണമെന്നും കറവ സമയത്തിന്റെ അകക്ഷതം സൂക്ഷിക്കണമെന്നും അമിതഭാരം വഹിപ്പിക്കരുതെന്നും ആഹ്വാനം ചെയ്തു.
ഉറുമ്പിൻ പറ്റത്തെ കരിച്ചത് കണ്ട് വേദനിച്ച തിരുഹൃദയം വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട തേളിനോടും കരുണ കാണിച്ചു. സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകകളാണ് ഓരോ ദുരന്തമുഖത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കൈമുതലാക്കിയ നല്ല സാമൂഹിക അന്തരീക്ഷത്തെ നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. ഒപ്പം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും എല്ലാവർക്കും രക്ഷ ലഭിക്കാൻ സൃഷ്ടാവായ അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും വേണം. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.